Radio Apps 91.0, where every voice matters. ഹായ് ഹലോ നമസ്കാരം. ആപ്സ് റേഡിയോ 91.0യിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ അലീന. ഞാൻ RJ കാർത്തിക. സൗഹൃദം, കുടുംബം ഇവയൊക്കെ നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് അതിനേക്കാളേറെ നാം മൊബൈൽ ഫോണുകളെ സ്നേഹിക്കാൻ തുടങ്ങി. ശരിയല്ലേ? അതെ, എന്തിനും ഏതിനും എപ്പോഴും നമുക്ക് മൊബൈൽ ഫോൺ വേണം. ഇത് ആവശ്യമോ അനാവശ്യമോ? ഇന്നത്തെ ആപ്സ് റേഡിയോയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന വിഷയം മൊബൈൽ ഉപയോഗം കുട്ടികളിൽ. കളിക്കാൻ, വീഡിയോകൾ കാണാൻ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ഇതിനെല്ലാം നമുക്ക് മൊബൈൽ വേണം. അധികമായാൽ അമൃതം വിഷം എന്നാണല്ലോ പഴമൊഴി. മൊബൈൽ ഉപയോഗം അധികമായാൽ കുട്ടികൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നൂറയുടെ വാക്കുകളിലൂടെ കേൾക്കാം. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. അറിവ് നേടുന്നതിനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വാർത്തകളും വിവരങ്ങളും അറിയുന്നതിനും മൊബൈൽ ഫോണുകൾ നമ്മളെ വളരെ സഹായിക്കുന്നു. എന്നാൽ അതിരുകടന്ന ഉപയോഗം യുവതലമുറയുടെ ജീവിതത്തിൽ പലവിധ ദോഷഫലങ്ങൾ സൃഷ്ടിക്കുന്നു. മൊബൈൽ ഫോണിൽ ഗെയിമുകൾ കളിക്കുന്നതിലും സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിലും യുവാക്കൾ കൂടുതലായി സമയം ചെലവഴിക്കുന്നു. ഇതിന്റെ ഫലമായി വിദ്യാർത്ഥികളുടെ പഠനത്തിൽ ശ്രദ്ധ കുറയുകയും പഠനഫലം താഴ്ന്നു പോകുകയും ചെയ്യുന്നു. കൂടാതെ ദീർഘസമയം മൊബൈൽ ഉപയോഗിക്കുന്നത് കണ്ണുവേദന, തലവേദന, ഉറക്കക്കുറവ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം സാമൂഹിക ബന്ധങ്ങളുടെ കുറവാണ്. മൊബൈലിൽ മുഴുകിക്കരിയുന്ന കുട്ടികൾക്ക് കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും നേരിട്ട് സംസാരിക്കാനും സമയം ചിലവഴിക്കാനും അവസരം കുറയുന്നു. ഇത് അവരുടെ വ്യക്തിത്വ വികസനത്തെയും സാമൂഹിക ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. അതുകൊണ്ട് മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പക്ഷേ അത് നിയന്ത്രിതമായി ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഗുണം ലഭിക്കുക. നന്ദി നൂറ. മൊബൈൽ ഉപയോഗം കുറച്ചാൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് കേൾക്കാം. അതിനായി എത്തുന്നു സനുഷ. മൊബൈൽ ഉപയോഗം കുറച്ചാൽ കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. മാനസിക സമ്മർദ്ദം കുറയും. കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടും. പുസ്തകം വായിക്കാനും പാട്ട് കേൾക്കാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും മാതാപിതാക്കളുമായും സഹോദരങ്ങളുമായും കൂടുതൽ സംസാരിക്കാനും സമയം കിട്ടും. പഠനത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകാൻ അവസരം കിട്ടും. അതോടൊപ്പം തന്നെ നല്ല ഉറക്കം കിട്ടും. സമയം എങ്ങനെ ഉപയോഗിക്കണമെന്ന് കുട്ടികൾക്ക് പഠിക്കാൻ ഒരു അവസരം കിട്ടും. സൃഷ്ടിപരമായ കഴിവുകൾ വളരും. നന്ദി സനുഷ. പ്രിയ കൂട്ടുകാരെ, മൊബൈൽ ഉപയോഗം കുറയ്ക്കൂ. ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അതിനെ നമ്മോടൊപ്പം കൂട്ടൂ. ആരോഗ്യവും പഠനവും നഷ്ടപ്പെടുത്താതിരിക്കൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.